ഇന്ന് നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ സെക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാറ്റഗറി നമ്പർ 053/22 2022 നടന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 10th ലെവൽ പ്രിലിമിനൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കിപ്പോൾ ഇതൊന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, നീരജ് ചോപ്രയാണ് ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ്? ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ബി, 2019 ഉത്തരമായിട്ട് വരുന്നത്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി. അപ്പോൾ ഇത് 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് 2021 കറണ്ട് അഫേഴ്സ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം 2021 ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്? അത് പി വത്സലയ്ക്കായിരുന്നു. ഓപ്ഷൻ ഡി, പി വത്സല. നാലാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 15ാമത്തെ നിയമസഭ. കേരളത്തിൽ 2021 വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? അത് 15ാമത്തെ നിയമസഭയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമാണ് ഓപ്ഷൻ ബി, EOS 04 ആണ് ഉത്തരം. ആറാമത്തെ ക്വസ്റ്റ്യൻ, 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ, കെ കസ്തൂരിരംഗനാണ് ഉത്തരം. ആരാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ? കെ കസ്തൂരിരംഗൻ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? താലോലം പദ്ധതിയാണ് കേട്ടോ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് താലോലം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ, തിരുവനന്തപുരമാണ് ഉത്തരം. 10ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ എ, നൂൽപ്പുഴയാണ് ഉത്തരം. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്താണ് നൂൽപ്പുഴ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉത്തര മഹാസമതലം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലമാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. ഓപ്ഷൻ എ, നർമ്മദ, ബി, മഹാനദി, സി, ലൂണി, ഡി, കാവേരി. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ പെടാത്ത നദി ഏതാണ്? ഓപ്ഷൻ സി, ലൂണിയാണ് ഉത്തരം. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി? റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണ് ഏത് കൃഷിക്കാണ്? ഓപ്ഷൻ ഡി, പരുത്തി കൃഷിക്കാണ് കറുത്ത മണ്ണ് അനുയോജ്യമായിട്ട് വരുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രോം ഏത് മേഖലയിലാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രോം ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ, മേഘാലയ. മൗസിൻഡ്രോം മേഘാലയ.
15 ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. ഓപ്ഷൻ ഡി സെപ്റ്റംബർ 16. ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഇന്ത്യയിലെ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ മണികരനാണ് ഉത്തരം. ഭൗമ താപോർജ പ്ലാന്റ് മണികരനിലാണ് സ്ഥിതി ചെയ്യുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കുറവുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ശ്രീനഗർ കാർഗിലിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അത് സോജില ചുരം. ഓപ്ഷൻ സി സോജില ചുരമാണ് ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏത്? ജൂൺ മുതൽ നവംബർ വരെ ഏതാണ്? ഓപ്ഷൻ എ ഖാരിഫ് ആണ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്നത് ഖാരിഫ് കാലമാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രഹ്മപുത്ര നദിയിൽ സാദ്യ മുതൽ ദുബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ബി NW2. ഓപ്ഷൻ ബി NW2 ജലപാത നാഷണൽ വാട്ടർവേ 2 ആണ്. ബ്രഹ്മപുത്ര നദി മുതൽ ബ്രഹ്മപുത്ര നദിയിലെ സാദ്യ മുതൽ ദുബ്രി വരെ നീണ്ടു നിൽക്കുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1946 ഡിസംബർ 9. അപ്പോൾ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന 1946 ഡിസംബർ 9. 22ാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരി? ഇവിടെ ഓപ്ഷൻ നമുക്കൊന്നും കൂടെ വായിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ശരിയാണ്, നമുക്കറിയാം അല്ലേ? അപ്പോൾ നമ്മളോട് ശരിയായതാ തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. 1 ശരിയാണ്. അടുത്തത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. അതും ശരിയാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതും ശരിയാണ്. അപ്പം 1, 2, 3 എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഇനി 1, 2, 3, 4 എന്നുള്ള ഓപ്ഷൻ ഇല്ല. 1, 2, 3 ശരിയായതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ, സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയുമാവുകയും ചെയ്ത 17കാരി ആരാണ്? ഓപ്ഷൻ ഡി മലാല യൂസഫ്സായി ആണ് ഉത്തരം. കൈലാസ് സത്യാർത്ഥിക്കൊപ്പം 2014 നോബൽ സമ്മാനം, സമാധാന നോബൽ സമ്മാനത്തിന് അർഹയായ 17കാരിയാണ് മലാല യൂസഫ്സായി. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ഏത് സംസ്ഥാനത്താണ് ജനിച്ചത്? ഓപ്ഷൻ ഡി
പ്രദേശാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. 25-ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A-യിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഭാഗം 4A-യിൽ ഏത് ഭരണഘടനാ ഭേദഗതിയുടെയാണ്? ഓപ്ഷൻ സി 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. 27-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠം. മഹാത്മാഗാന്ധി 28-ാമത്തെ ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? ഓപ്ഷൻ ബി അയിത്ത നിർമ്മാർജ്ജനം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനയുടെ വ്യവസ്ഥയാണ് ഓപ്ഷൻ ബി അയിത്ത നിർമ്മാർജ്ജനം. 29-ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി? ഓപ്ഷൻ എ ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. 30-ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ സി 2005 ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി 31-ാമത്തെ ക്വസ്റ്റ്യൻ, പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം എഴുതിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം എഴുതിയത്. 32 വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്? വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം. എന്താണ് കല്ലുമാല സമരം? ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി അയ്യങ്കാളി. 33-ാമത്തെ ക്വസ്റ്റ്യൻ, 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം? ഇലക്ട്രിസിറ്റി സമരം ഓപ്ഷൻ എ തൃശ്ശൂർ. 34-ാമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1988 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം? ഓപ്ഷൻ എ അരുവിപ്പുറം. 1988 ശ്രീനാരായണ ഗുരു എവിടെയാണ് ശിവപ്രതിഷ്ഠ നടത്തിയത്? അരുവിപ്പുറത്താണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? ഓപ്ഷൻ സി മലബാർ ആണ്. 36 മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം? പയ്യന്നൂർ. മലബാറിൽ നടന്ന 1930 ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം? ഓപ്ഷൻ എ പയ്യന്നൂർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ് പയ്യന്നൂർ. 37-ാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ്? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവാണ് ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ സവർണ ജാഥയെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. 38-ാമത്തെ ക്വസ്റ്റ്യൻ, മേൽമുണ്ട് സമരം എന്നു വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു? ഓപ്ഷൻ എ കുട്ടംകുളം സമരം. ഓപ്ഷൻ ബി പാലിയം സത്യാഗ്രഹം. ഓപ്ഷൻ സി ചാനാർ ലഹള. ഓപ്ഷൻ ഡി കുറിച്യർ കലാപം. മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏതാണ്? ഓപ്ഷൻ സി ചാനാർ ലഹള. 39 കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്? അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 40-ാമത്തെ ക്വസ്റ്റ്യൻ, 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിൻ്റെ നേതാവ്? ആരാണ് കുറിച്യ കലാപത്തിൻ്റെ നേതാവ്? ഓപ്ഷൻ ഡി രാമനമ്പി. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം? ഓപ്ഷൻ ഡി 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി.
43-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. കബനി നദിയാണ് കിഴക്കോട്ടൊഴുകുന്നത്. 44, കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ തട്ടേക്കാട്, ഓപ്ഷൻ ബി ചൂളന്നൂർ, ഓപ്ഷൻ സി മംഗളവനം ആൻഡ് ഓപ്ഷൻ ഡി ചിന്നാർ. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ചിന്നാർ. ചിന്നാറാണ് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ പെടാത്തത്. 45-ാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? 45-ാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല മലനിരകളിലെ പോത്തന്നൂരിനടുത്ത്. 46, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ഓപ്ഷൻ ബി അഞ്ജു ബോബി ജോർജ്. 47, കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖം നീണ്ടകര ഏത് ജില്ലയിലാണ്? നീണ്ടകര കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. നീണ്ടകര ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ദേശീയോദ്യാനം ഓപ്ഷൻ സി ഇരവികുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. 49, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ. 50, കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്? കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ബാലഗംഗാധര തിലകനെയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. 52, 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? ഓപ്ഷൻ എ അഹമ്മദാബാദ് സത്യാഗ്രഹം, അഹമ്മദാബാദ് തുണിമിൽ സമരം. 53, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ സി റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. 54-ാമത്തെ ക്വസ്റ്റ്യൻ, തോഫാഗ സമരം നടന്നത് എവിടെയാണ്? 54-ാമത്തെ ക്വസ്റ്റ്യൻ, തോഫാഗ സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബംഗാളിലായിരുന്നു തോഫാഗ സമരം നടന്നത് ബംഗാൾ. 55, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം. 55-ാമത്തെ ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിലെ സംവാദ് കൗമുദി. 56, കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. 57, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി. നാട്ടുരാജ്യ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് വി പി മേനോൻ. വി പി മേനോൻ ഒരു മലയാളിയാണ്. 58-ാമത്തെ ക്വസ്റ്റ്യൻ, ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. വർഷം 1946. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 59, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമാണ് ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. 60-ാമത്തെ ക്വസ്റ്റ്യൻ, പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം
അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി ബങ്കിം ചന്ദ്ര ചാറ്റർജി. പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ഓപ്ഷൻ ബി ആണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. 61 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. 61ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ഓപ്ഷൻ ബി കരളാണ് ഉത്തരം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. 62 രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ സന്ധിവാതം, ബി ഗൗട്ട്, സി ടെറ്റനി, ഡി ഡയബറ്റീസ്. അപ്പം നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ടെറ്റനിയാണ് ഉത്തരം. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് ആണ് ടെറ്റനി എന്ന് അറിയപ്പെടുന്നത്. 63 രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. രക്തം കട്ട പിടിക്കാൻ കെ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം. എംഫിസിമ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഓപ്ഷൻ ബി എംഫിസിമ. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. 66 തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ്? തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ്? അപ്പോൾ ഏതൊക്കെയാണ് തെങ്ങിൻ്റെ സങ്കര ഇനം എന്ന് നമുക്ക് നോക്കാം. ചന്ദ്രലക്ഷ തെങ്ങിൻ്റെ സങ്കര ഇനമാണ്. അതുപോലെ തന്നെ ലക്ഷഗംഗ, ചന്ദ്രശങ്കര തെങ്ങിൻ്റെ സങ്കര ഇനമാണ്. അക്ഷയ എന്താണ്? തെങ്ങിൻ്റെ സങ്കര ഇനം അല്ല. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ കോട്ടയം, ബി കാസർഗോഡ് ആൻഡ് സി കോഴിക്കോട്, ഡി മണ്ണൂത്തി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി കാസർഗോഡാണ് ഉത്തരം. തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ്. 68 ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആണ് പ്രാഥമിക മാംസഭുക്ക് സസ്യങ്ങൾ, സസ്യഭുക്ക്, സസ്യപ്ലവകങ്ങൾ. ക്വസ്റ്റ്യൻ എന്താ? ഭക്ഷ്യശൃംഖലയിലെ പ്രഥമ ഉപഭോക്താക്കൾ ആരെല്ലാമാണ്? 68ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി സസ്യ. 74ാമത്തെ ക്വസ്റ്റ്യൻ, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. 75 പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? പാസ്ചറൈസേഷൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പാസ്ചറൈസേഷൻ. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് പാസ്ചറൈസേഷൻ. 76 ഒരു കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് എത്രയാണ്? പ്രതിപതന കോണിൻ്റെ അളവ് 30 തന്നെയായിരിക്കും. ഒരു കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ അതിൻ്റെ പ്രതിപതന കോൺ എത്ര തന്നെയായിരിക്കും? 30 ഡിഗ്രി തന്നെയാണ്. 77 നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം. ഓപ്ഷൻ സി യുറാനസ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹമാണ് ഓപ്ഷൻ സി യുറാനസ്. 78 പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? ഓപ്ഷൻ എ സൗരോർജം, ബി കാറ്റിൽ നിന്നുള്ള ഊർജം, സി തിരമാലയിൽ നിന്നുള്ള ഊർജം, ഡി LPG. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാ? ഓപ്ഷൻ ഡി LPG. 79 തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഓപ്ഷൻ ബി ഊഷ്മാവ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവാണ് ഊഷ്മാവ്. 80 ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ ഊഞ്ഞാലിൻ്റെ ചലനമാണ് ദോലനത്തിന് ഉദാഹരണം. അടുത്തത് നമുക്ക് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് ചെയ്തത്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. കാരണം ആ ഭാഗത്തു നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അടുത്ത ദിവസം നമുക്കൊരു അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ സെഷനുമായിട്ട് കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.